ചികിത്സിക്കാൻ പണമില്ലാതെ കാലിലെ പഴുപ്പ് സ്വയം തുണി വെച്ച് കെട്ടി കഴിയുകയാണ് വീട്ടമ്മയായ ജയ. വിധവയായ അരിമ്പൂർ നാലാംകല്ല് സ്വദേശി ജയയുടെ ജീവിതമറിയുമ്പോൾ നോവാത്ത മനസ്സുകളുണ്ടാവില്ല. ഗൾഫിലുള്ള മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ല. ഭർത്താവിനെ പിരിഞ്ഞ് 3 കുട്ടികളുമായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് മകൾ. മകൾക്കും 3 കുഞ്ഞുമക്കൾക്കും വേണ്ട ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിനങ്ങൾ 56-കാരിയായ ഈ വീട്ടമ്മയ്ക്കുണ്ട്. അരിമ്പൂർ നാലാംകല്ലിൽ സഹോദരൻ എടുത്തുകൊടുത്ത വാടക വീട്ടിലാണ് ജയയും മകളും പേരക്കുട്ടികളും കഴിയുന്നത്. കൂലിപ്പണിക്കാരനായിരുന്ന ഭർത്താവ് ഉണ്ണിമോൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. 3 പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചു. ഒരാളുടെ ഭർത്താവിന് ക്യാൻസർ. വീട്ടിൽ അംഗസംഖ്യ 5 ആയപ്പോൾ ദാരിദ്ര്യവും പതിവായി. ജയയുടെ സഹോദരൻ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന സാധനങ്ങളും വിധവാ പെൻഷനുമാണ് ഏക ആശ്വാസം. സമീപ വീടുകളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വാഹനത്തിൽ പോകുമ്പോൾ ഒരാൾക്ക് 450 രൂപ വീതം കൊടുക്കാനില്ലാത്തതിനാൽ ഒപ്പമുള്ള പേരക്കുട്ടികളിൽ 2 പേർ 1 കിലോമീറ്ററിലേറെ ദൂരം നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. ജയയുടെ കാലിൽ രക്തചംക്രമണം കുറഞ്ഞതു മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം മുറിവ് വന്ന് വ്രണമായി ഇരിക്കുകയാണ്. തൃശൂരിലാണ് ആദ്യം ചികിത്സിച്ചിരുന്നതെങ്കിലും പോയി വരാനുള്ള പണമില്ലാത്തതിനാൽ അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായി പിന്നീട് ചികിത്സ. എന്നാൽ അവിടേക്ക് ഓട്ടോയിൽ പോകാനുള്ള പണവും പുറമെ നിന്ന് മരുന്നുകൾ വാങ്ങാനുള്ള പണവുമില്ലാത്തതിനാൽ പലപ്പോഴും മുറിവിൽ സ്വയം തുണി കെട്ടി ആരോടും സങ്കടം പറയാതെ ജീവിതം തള്ളി നിൽക്കുകയാണ് ഇവർ. എനിക്ക് ഇന്നത്തെ ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. 10 വർഷമായി കാലം ഒടിഞ്ഞു, നീര് വന്ന് പൊട്ടിപ്പഴുത്ത് ഒന്നും പറ്റാണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് ഇരിപ്പായിട്ട്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഗൾഫിൽ ജോലി തേടിപ്പോയ 29-കാരനായ മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ലെന്നത് ഈ അമ്മയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. മകന്റെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ല. പരിചയക്കാരുടെ നമ്പറിൽ വിളിച്ചെങ്കിലും അവരും നിസ്സഹായരാണ്. എൻ്റെ മകനെ കാണാനായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. ദുബായിക്ക് പോയതെന്ന് അതിനെ പറ്റിയൊരു വിവരമൊന്നുമില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാനും എടുക്കാനും പറയാനായിട്ട് എനിക്ക് വലിയ അറിവുള്ള ആൾക്കാരൊന്നും പറയാൻ ആരുടെ അടുത്ത് പറയാനൊന്നുമില്ല. അറിവുള്ളവരോടൊക്കെ പറഞ്ഞ് അവരന്വേഷിച്ചു, പക്ഷെ ഒരറിവും കിട്ടിയൊന്നുമില്ല. ഇവരുടെ ദുരവസ്ഥ കേട്ടറിഞ്ഞ അരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാകൃഷ്ണൻ, ജനപ്രതിനിധി CP പോൾ എന്നിവർ വീട്ടിലെത്തി മകനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും ചികിത്സയ്ക്കും മരുന്നിനുമുള്ള പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലും മകന്റെ മടങ്ങിവരവിനായുള്ള മനം നൊന്തുള്ള കാത്തിരിപ്പിലാണ് ഈ അമ്മ. TCV തൃശൂർ.